നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പരിക്കുപാറി തിരികെ എത്തിയിട്ടും എൻട്രിക്കിനെ കളിപ്പിക്കാൻ സാബി അലോൺസോ തയ്യാറാവുന്നില്ല. കഴിഞ്ഞ 5-8 മത്സരങ്ങളായിട്ട് ബെഞ്ചിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഒറ്റ മിനിറ്റ് പോലും താരത്തിറക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ബെഞ്ചിൽ തന്നെ ഇരുന്നാൽ അടുത്ത വേൾഡ് കപ്പിനുള്ള കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ടീമിൽ തനിക്കിടമുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ എൻട്രിക്ക് ഇപ്പോൾ റയൽ വിടാൻ തയ്യാറെടുക്കുകയാണ്. ഈ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴിതാ ഒരു ഫ്രഞ്ച് ക്ലബ്ബ്, ഫ്രഞ്ച് വമ്പന്മാർ എൻട്രിക്കിനെ കൊണ്ടുപോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. അവരവരുടെ പ്ലാൻ എൻട്രിക്കിന് മുന്നിലേക്ക് വച്ചു കഴിഞ്ഞു. ഈ കാര്യം സ്പാനിഷ് മാധ്യമങ്ങളും ഫ്രഞ്ച് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ നിങ്ങൾക്കൊക്കെ നല്ല വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, ഒളിമ്പിക് ലിയോൺ ആണ് എൻട്രിക്കിനെ കൊണ്ടുപോകാനുള്ള ചർച്ചകളുമായിട്ട് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണ് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ഫബ്രീസിയോ പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് ഒളിമ്പിക് ലിയോൺ ഹാവ് സ്റ്റാർട്ടഡ് ടോക്സ് ടു സൈൻ എൻട്രിക് ഓൺ എ ലോൺ ഇൻ ജനുവരിയിൽ ലോണിൽ എൻട്രിക്കിനെ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഒളിമ്പിക് ലിയോൺ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓൾറെഡി ഒഫീഷ്യൽ അപ്രോച്ച് നടന്നു കഴിഞ്ഞു. ബ്രസീലിയൻ സ്ട്രൈക്കറെ ലോണിൽ റയൽ മാഡ്രിഡിൽ നിന്ന് കൊണ്ടുപോകാനാണ് അവരുടെ ശ്രമങ്ങൾ. ഓൾറെഡി അവരവരുടെ പ്ലാന് എൻട്രിക്കിന് മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞു. അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാണ്. എല്ലാ ഓപ്ഷൻസും അദ്ദേഹം ഇപ്പോൾ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് വീണ്ടും കൂടുതൽ വിവരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുകയാണ്. മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒളിമ്പിക് ലിയോണിലേക്ക് ചേക്കേറാനുള്ള ഡോറ് എൻട്രിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ജനുവരിയിലെ ഐഡിയൽ സൊല്യൂഷൻ അതാണ്. കീൻ ഓൺ ദി മൂവ് ഓൺ ലോൺ അണ്ടിൽ ജൂൺ 2026, ജൂൺ 2026 വരെ, അതായത് അടുത്ത വേൾഡ് കപ്പിന്റെ സമയം വരെ, അല്ലെങ്കിൽ ഈ സീസൺ അവസാനിക്കുന്നത് വരെ ലോണിൽ പോവുക എന്നുള്ളതാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് ഇപ്പോൾ എൻട്രിക്കും തിരിച്ചറിയുന്നു. എൻട്രിക്ക് എല്ലാ ഓപ്ഷൻസും അടുത്ത മാസം അസസ് ചെയ്യും. പക്ഷേ ഒളിമ്പിക് ലിയോൺ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് മുന്നിലേക്ക് തങ്ങളുടെ പ്ലാനുകൾ സമർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഫബ്രീസിയോ റൊമാനോയുടെ റിപ്പോർട്ട്. അതായത് ജനുവരിയിലാണ് ട്രാൻസ്ഫർ വിൻഡോ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഒക്ടോബറിൻ്റെ അവസാന ദിനങ്ങളിലാണ്. നവംബറും ഡിസംബറും മുന്നിലുണ്ട്. അപ്പോൾ അടുത്ത മാസം എല്ലാ ഓപ്ഷൻസും അസസ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ് എൻട്രിക്ക്. പക്ഷേ ഇപ്പോൾ തന്നെ ഒളിമ്പിക് ലിയോൺ അവരുടെ പ്ലാൻ അദ്ദേഹത്തിന് മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.